എല്ലാവർക്കും വെക്കേഷൻ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്ന് നിൽക്കുന്നത് ഇന്ത്യയിൽ തന്നെ വേറൊരു രാജ്യമോ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു സ്ഥലത്താണ്. എവിടെയാണെന്ന് ആർക്കെങ്കിലും ഗസ് ചെയ്യാവോ? യെസ്, എനിക്കറിയാം, കുറേ പേർക്ക് അറിയാൻ പറ്റും. ഇത് വേറൊന്നും അല്ല, ദ ഗോൾഡൻ ടെമ്പിൾ കൂർഗിലാണുള്ളത്. ബൈലാകുപ്പെ എന്ന് പറയുന്ന സ്ഥലത്താണ്. യോധ മൂവി ഇഷ്ടമല്ലാത്ത മലയാളികൾ വളരെ ചുരുക്കമായിരിക്കും അല്ലേ? അയാൾ നമ്മുടെ റിംപോച്ചി, ഉണ്ണിക്കുട്ടൻ, നെക്കോസേട്ടോ, ഇതൊക്കെ ആര് മറക്കാനാ? ഇവരെയൊക്കെ നേരിട്ട് കാണുന്ന ആഗ്രഹത്തിൻ്റെ ഒരു നിറവേറിയ സ്ഥലമായിരുന്നു കേട്ടോ അത്. നമ്മളിവിടെ ഒരു 9:30 ആയപ്പോഴാണ് എത്തിയത് കേട്ടോ. എൻട്രി ടൈം തുടങ്ങുന്നത് 9 മണിക്കാണ്. 9 മണി തുടങ്ങി 6 മണി വരെ, വൈകിട്ട് 6 മണി വരെയാണ്. സോ ആദ്യം തന്നെ നമ്മളൊരു അവിടുത്തെ സ്പെഷ്യൽ ടിബറ്റൻ ടീ കഴിച്ചിട്ടാണ് ഗോൾഡൻ ടെമ്പിളിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ഈ നാംഡ്രോലിംഗ് ക്ഷേത്രം നിർമ്മിച്ചത് 1963-ലാണ്. ഇവിടെ 16,000-ലധികം അഭയാർത്ഥികൾ, 6,000-ലധികം സന്യാസിമാരും കന്യാസ്ത്രീകളും താമസിക്കുന്നുണ്ട്. സോ എൻട്രി ചെയ്യുമ്പോൾ തന്നെ അവിടെ ഒരു പിക്ചർ കാണുന്നില്ലേ, അത് വേറെ ആരുടെ അല്ല, ഇതിൻ്റെ സ്ഥാപകനായ നോർബു പെമ റിംപോച്ചിയുടെ ഒരു ഇമേജാണ് കണ്ടത്. ഇപ്പോൾ ഇവിടെ കാണുന്ന ആ കംപ്ലീറ്റ് കൺസ്ട്രക്ഷനും പരമ്പരാഗത ടിബറ്റൻ വാസ്തുവിദ്യയിലാണ് ഇവിടുത്തെ ആശ്രമവും ക്ഷേത്രവും എല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. സോ ഒരു ടിബറ്റൻ കരകൗശല വൈദഗ്ധ്യത്തിൻ്റെ അതിശയകരമായിട്ടുള്ളൊരു ഉദാഹരണം കൂടിയാണ്. അപ്പം നമുക്ക് ടിബറ്റിലൊക്കെ പോകാൻ പറ്റിയില്ലെങ്കിലും ഇവിടെ വന്നിട്ട് നമുക്ക് എന്താണ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നൊരിടാണ്. ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു റിച്വൽ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അവിടെ വോളിലെല്ലാം വോളാട്ട് കാണാം. അവിടുത്തെ ടിബറ്റൻ ചുവർ ചിത്രങ്ങളാണ് ഫുള്ള് കാണാൻ പറ്റുന്നത്. ഓരോ ക്ഷേത്രങ്ങളിൽ ഉള്ളിൽ കയറുമ്പോഴും ഡിഫറെൻ്റ് ആയിട്ടുള്ള ടിബറ്റൻ ചുവർ ചിത്രം ഉണ്ടായിരുന്നു. കാര്യം ഇവിടെ മെഡിറ്റേഷനാണ് മെയിനായിട്ട് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൈലൻ്റ് ആയിട്ടിരിക്കാനായിട്ട് പ്രത്യേകിച്ചും ഒരു ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. പിന്നെ അവിടെ ചുവർ ചിത്രങ്ങളൊക്കെ കണ്ടില്ല, ടിബറ്റൻ ചുവർ ചിത്രങ്ങളാണ്. പിന്നെ ഗുരുക്കന്മാരവിടെ അവരുടെ നെക്സ്റ്റ് ജനറേഷൻ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്ന ഒരു സ്ഥലത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. അവരെ പഠിപ്പിക്കുന്നതും അവരുടെ പ്രാർത്ഥന ചൊല്ലുന്നതും അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഒരു ലോങ് വീഡിയോ, പ്രാർത്ഥനയുടെ മാത്രം ഒരു ലോങ് വീഡിയോ ആയിട്ട് ഞാൻ വേറെ ഇട്ടിട്ടുണ്ട്. അത് ഞാനിതിൽ ലിങ്ക് ചെയ്യുന്നതാണ്, വേണമെന്നുള്ളവർക്ക് അത് കാണാം. സോ നമ്മൾ ആദ്യം വരുമ്പോൾ തന്നെ ആദ്യത്തെ ഒരു ചെറിയ ക്ഷേത്രത്തിലായിരുന്നു ഫസ്റ്റ് റിച്വൽ നടന്നിരുന്നത്. അപ്പോൾ അവിടെ ഒരു ശബ്ദം കേട്ടിട്ടാണ് ആദ്യം അങ്ങടേക്ക് ഓടി അവിടെ ചെന്ന് അത് കണ്ടു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ക്ഷേത്രമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അവിടെ പഠിപ്പിക്കുന്നതൊക്കെ കണ്ടില്ലേ. അത് കഴിഞ്ഞ് ഇവിടുത്തെ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും പിന്നെയാണ് നമ്മൾ മെയിനായിട്ട് വലിയ ഫങ്ഷനൊക്കെ നടക്കുന്ന മെയിൻ മൊനാസ്ട്രിയിലേക്ക് പോകുന്നത്. ഇനി അങ്ങടേക്കാണ് പോകാൻ പോകുന്നത്. പിന്നെ ഇവിടെ വരാൻ പറ്റുന്ന ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ആക്ച്വലി ഒക്ടോബർ ടു മാർച്ചാണ്. നല്ല തണുപ്പുള്ള സമയം എന്നൊക്കെ പറയുന്നത്. പിന്നെ ഈ ടൈമിൽ വലിയ ചൂടില്ല, ബട്ട് വെക്കേഷൻ ടൈമിൽ നമുക്ക് വിസിറ്റ് ചെയ്യാം. ഈ ഒരു ഏപ്രിൽ മെയ് ടൈമിൽ വിസിറ്റ് ചെയ്യാം. പക്ഷേ കൂടുതൽ തണുപ്പ് എൻജോയ് ചെയ്ത് അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ഓപ്ഷൻ ഒക്ടോബർ ടു മാർച്ചാണ്. ഓക്കെ, ഇതാണ് മെയിൻ മൊനാസ്ട്രി. ഇതിൻ്റെ നമ്മൾ ടിബറ്റൻ ഇതിലൊക്കെ കാണുന്ന ഒരു ചൈനീസ് ഇതിൽ കാണുന്നൊക്കെ പോലെ പഗോഡ കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയോ എന്ന് എനിക്കറിയില്ല. പഗോഡ ലൈക്ക് ഒരു പ്രോഗ്രസ്, ഗ്രോത്തിനെ കാണിക്കുന്നതാണ്. മേളിലത്തെ ഗോപുരം താഴേക്കല്ല മേലേക്കായിട്ടാണ് ഈ ചൈനീസ് അല്ലെങ്കിൽ ടിബറ്റൻ ഇതിലൊക്കെ ആർക്കിടെക്ചറിൽ കാണുന്നത്. അത് കാണിക്കുന്നത് ഒരു വളർച്ചയെ സൂചിപ്പിക്കുന്നതാണ്. ഈ കാണുന്ന ക്ഷേത്രത്തിൽ നിന്ന് നമ്മൾ അടുത്ത ക്ഷേത്രത്തിലേക്ക്, ഇവിടുത്തെ ഏറ്റവും വലിയ വിശാലമായ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്കാണ് ഇപ്പോൾ കയറുന്നത്. അവിടെ നമുക്ക് നേരെ കാണുന്നത് ഒരു 3 ഭീമാകാരമായ സ്വർണ്ണപൂഷിയ ശില്പങ്ങളാണ്. ഇതിൽ നടുക്കുള്ളത് നമ്മുടെ ഗൗതമ ബുദ്ധ, എല്ലാവർക്കും കേട്ട് പരിചയമുള്ള ബുദ്ധ, ഗൗതമ ബുദ്ധയാണ്. ബുദ്ധൻ്റെ ലെഫ്റ്റ് സൈഡായിട്ട് ഗുരു റിംപോച്ചെ, അതായത് നമ്മുടെ ഇവരുടെ വിശ്വാസപ്രകാരം 2ാം ബുദ്ധനായിട്ട് ആദരിക്കുന്നത് ഗുരു റിംപോച്ചെയാണ്. റൈറ്റ് സൈഡിലുള്ളത് ദീർഘായുസിൻ്റെ ബുദ്ധ മതക്കാരനായ ബുദ്ധ അമിതായുസ് എന്നാണ്. ഓക്കെ, ഞാൻ കയറി കഴിഞ്ഞപ്പോൾ എന്നെ അന്വേഷിച്ച് നടക്കുന്ന മൃദുലിനെ ഓമനയാണ് കാണുന്നത്. ഓക്കെ, ഇവരുമൊത്ത് ഞാൻ വീണ്ടും കയറുകയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ 3 സ്റ്റാച്യൂസ് ഉണ്ടെന്ന്. 3 സ്റ്റാച്യൂസ് നിലത്ത് നിന്ന് 58 അടിയാണ് ഉയരമുള്ളത്. 3 ശില്പങ്ങളും ചെമ്പും സ്വർണവും പൂശിയവയുമാണ്.
ഇവിടെ ബുദ്ധവിശ്വാസ പ്രകാരം ഈ സ്റ്റാച്യൂസിന് പ്രദക്ഷിണം വെക്കുന്നതും വഴിപാടുകൾ അർപ്പിക്കുന്നതും ഒക്കെ ഓരോ വ്യക്തികൾക്ക് വിശ്വാസം കൂട്ടാനും ശാന്തത, അറിവ്, കരുണ, സൽസ്വഭാവം ഇതൊക്കെ ഉണ്ടാവാനായിട്ട് ഹെൽപ്പ് ചെയ്യണമെന്നാണ്. പിന്നെ അതുപോലെ തന്നെ ബുദ്ധ അമിതായുസിൻ്റെ പേര് ഉച്ചരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേരിലെ കഥാപാത്രങ്ങളെ സ്പർശിക്കുന്നതൊക്കെ ഇവർക്ക് ആയുസ്സും കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നെന്നുള്ളതാണ്. ഈ ക്ഷേത്രത്തിനുള്ളിലൊന്നും ഷൂസൊന്നും ഇട്ട് കയറാൻ പാടില്ല. അപ്പോൾ അത് ഷൂസ് കളക്ട് ചെയ്യുന്ന സെൻറ്ററാണ് കാണുന്നത്. ആ മൊണാസ്ട്രിയുടെ പുറത്തിറങ്ങുമ്പോൾ തന്നെ അവിടെ അടുത്തായിട്ട് തന്നെ ഷോപ്പിംഗ് സെൻറ്റേഴ്സ് ഉണ്ട്. ട്രഡീഷണൽ ടിബറ്റൻ ഐറ്റംസ്, അവരുടെ ഡ്രസ്സ്, സ്കൾപ്ചേഴ്സ്, കാർപ്പറ്റ്സ്, ജ്വല്ലറീസ് ഒക്കെ നമുക്ക് അവിടെ നിന്ന് വാങ്ങാൻ പറ്റും. പിന്നെ ഇവിടെ അടുത്തായിട്ട് ആപ്പി ഫോൾസ്, ദുബാരെ, എലിഫൻറ്റ് ക്യാമ്പ്, അങ്ങനെ പല സ്ഥലങ്ങളിലേക്കും പോവാം. അപ്പോൾ ഈ വെക്കേഷൻ തീരുന്നതിന് മുന്നേ തന്നെ എല്ലാവരും വിട്ടോളിൻ ഗോൾഡൻ ടെമ്പിൾ കൂർഗ്.